തെളിവുകൾ പലതു കണ്ടിട്ടുണ്ട്. സംഘം ചേർന്ന് പോരടിക്കുന്നവരുണ്ട്. എതിരാളിയെ ഇല്ലാതാക്കാൻ ഏതു വഴിയും തേടുന്നവരുണ്ട്. അത്തരം കേസുകളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് ചെന്നാൽ വല്ലാത്തൊരു നിഗൂഢതയാണ്. തെളിയാൻ ഏറെയുള്ളതുപോലെ അത്തരമൊന്നാണ് അബ്കാരി മിഥില മോഹൻ കൊലപാതകം. ക്രിക്കറ്റ് മത്സരത്തലേന്ന് വിഷുപ്പടക്കങ്ങൾക്കിടെ തുരുതുരാ വെടിയൊച്ച കേട്ടു. പോലീസിനെ ചുറ്റിച്ച ഇപ്പോഴും അന്വേഷണം പൂർത്തിയാവാത്ത ആ കുപ്രസിദ്ധ കഥയിലേക്കാണ് ആ ഏപ്രിൽ മാസത്തിൽ നടന്ന ദ മോസ്റ്റ് പ്ലാൻഡ് ക്രൈം. വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 2006 ഏപ്രിൽ 5, അടുത്ത ദിവസം നടക്കാനിരിക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് മത്സരത്തിനുള്ള ഒരുക്കം കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ തകൃതിയായി നടക്കുകയാണ്. 2 ദിവസം മുൻപേ സ്റ്റേഡിയവും പരിസരവും കനത്ത സുരക്ഷാ വലയത്തിലുമായിരുന്നു. പോലീസ് കണ്ണുകളെല്ലാം അവിടേക്ക് മാത്രം കേന്ദ്രീകരിച്ച സമയം. വെണ്ണലയിൽ താമസിച്ചിരുന്ന മിഥില മോഹൻ എന്ന 70 കഴിഞ്ഞ മുൻ അബ്കാരിയെ തേടി രാത്രി 8:30 അപരിചിതരായ 2 പേർ വാനിൽ വന്നിറങ്ങി. മിഥില മോഹൻ പുറത്തേക്കിറങ്ങിയ ഉടൻ അയാൾക്ക് നേരെ അവർ നിറയൊഴിച്ചു. വിഷുക്കാലമായതിനാൽ ശബ്ദം കേട്ട ആർക്കും സംശയമൊന്നും തോന്നിയില്ല. വെടിയുതിർത്ത് കൊലപാതകം ഉറപ്പാക്കിയ ശേഷം അക്രമികൾ ഇരുട്ടിലേക്ക് മാഞ്ഞു. 5 വെടിയുണ്ടകളാണ് മൃതദേഹത്തിൽ നിന്നും കിട്ടിയത്. പോലീസ് വ്യാപകമായി അന്വേഷണം തുടങ്ങി. വീടിന്റെ മുൻവാതിലിനു നേരെയുണ്ടായിരുന്ന വാഴയിലയുടെ പകുതി മുറിച്ചതായി കണ്ടതാണ് പോലീസിൽ ആദ്യം സംശയമുണ്ടാക്കിയത്. ആരാണ് ഇതിന് പിന്നിലെന്ന് എല്ലാവരും ഒരുപോലെ ചോദിച്ചു. തെളിവുകളുടെ അഭാവം പോലീസിന് വെല്ലുവിളിയായി. പോലീസും ക്രൈംബ്രാഞ്ചും പിന്നീട് പ്രത്യേക അന്വേഷണ സംഘങ്ങളും പ്രതികളെ തേടിയിറങ്ങി. അങ്ങനെ 6 വർഷങ്ങൾ കഴിഞ്ഞുപോയി. 2012 ഇംതിയാസ് ഖാൻ കൊലക്കേസുമായി ബന്ധപ്പെട്ട 4 തമിഴ്നാട്ടുകാരെ ചോദ്യം ചെയ്തു. മറന്നു തുടങ്ങിയ മിഥില മോഹൻ കൊലക്കേസ് വീണ്ടും ചർച്ചയായി. മിഥില മോഹന്റെ ഘാതകരിലേക്ക് വിരൽ ചൂണ്ടുന്ന നിർണായക വിവരങ്ങൾ അവരിൽ നിന്ന് കിട്ടി. ഇംതിയാസ് കൊലക്കേസിലെ പ്രതികളിൽ ഒരാൾ വർഷങ്ങൾക്ക് മുൻപ് കൊച്ചിയിൽ വന്നിട്ടുണ്ടെന്നും അതൊരു അബ്കാരി കരാറുകാരനെ കൊല്ലാനാണെന്നും അയാൾ പറഞ്ഞു. ദൗത്യമേൽപ്പിച്ചത് ഡിണ്ടിഗൽ പാണ്ഡി എന്ന തമിഴ് ഗുണ്ടാ തലവനായിരുന്നു എന്നുമായിരുന്നു കുറ്റസമ്മതം. ഇതു കേട്ടയുടൻ പോലീസ് ഡിണ്ടിഗൽ പാണ്ഡിയെ തേടി തമിഴ്നാട്ടിലേക്ക് പോയി. പക്ഷേ പോലീസ് എത്തുന്നതിന് മാസങ്ങൾക്ക് മുൻപേ തമിഴ്നാട് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ അയാൾ കൊല്ലപ്പെട്ടെന്ന വിവരമാണ് കിട്ടിയത്. ഇതോടെ അന്വേഷണം വഴിമുട്ടി. മിഥില മോഹന്റെ കൊലയാളികൾ അതിർത്തി കടന്നെത്തിയതെന്ന് ഏറെക്കുറെ ബോധ്യമായി. തമിഴ്നാട്ടിലും കർണാടകയിലും പോണ്ടിച്ചേരിയിലും ആന്ധ്രാപ്രദേശിലും അന്വേഷണം നടത്തി. അങ്ങനെ തൃശൂർ പൂങ്കുന്നം സ്വദേശി സന്തോഷ് കുമാർ എന്ന കണ്ണനിലേക്ക് അന്വേഷണ സംഘമെത്തി. ഇയാളെ അറസ്റ്റ് ചെയ്തു. 90 ദിവസം റിമാൻഡിൽ കഴിഞ്ഞ സന്തോഷ് പിന്നീട് ജാമ്യത്തിലുമിറങ്ങി. മിഥില മോഹന്റെ ബിസിനസ് പങ്കാളിയായിരുന്നു ഇയാൾ. സ്പിരിറ്റ് കടത്തുമായി ബന്ധപ്പെട്ട തർക്കം പകയിലേക്കും കൊലപാതകത്തിലേക്കും എത്തിയെന്ന നിഗമനത്തിലായി പോലീസ്. സന്തോഷ് എന്ന കുരുമുളക് കണ്ണൻ ഡിണ്ടിഗൽ പാണ്ഡ്യയുമായി ഗൂഢാലോചന നടത്തിയിരുന്നെന്ന് വ്യക്തം. തമിഴ്നാട്ടിലെ ഷാർപ്പ് ഷൂട്ടർ മതിവണ്ണനെയും ഉപ്പാളിയെയും കൃത്യം നടത്താൻ നിയോഗിച്ചെന്നും പോലീസ് കണ്ടെത്തി. കൊല നടന്ന 5-ാം ദിനം അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് വിട്ടയച്ചയാളായിരുന്നു ഇതേ സന്തോഷ് കുമാർ. പക്ഷേ അബ്കാരി മിഥില മോഹനെ വെടിവെക്കാൻ കൊലപ്പണം കൊടുത്ത സന്തോഷ് കുമാറിന് അറിയില്ല ആരാണ് വെടിയുതിർത്തതെന്ന്. എറണാകുളത്തെ വീട്ടിലെത്തി നിറയൊഴിച്ചവർക്കും അറിയില്ലായിരുന്നു ആർക്കു വേണ്ടിയാണ് കൊല നടത്തുന്നതെന്ന്. എല്ലാം അറിയുന്ന ഒരാളുണ്ടായിരുന്നു, ഡിണ്ടിഗൽ പാണ്ഡി. ഇയാളെ തമിഴ്നാട് പോലീസ് വെടിവെച്ചു കൊന്നതോടെ എല്ലാ വഴികളും അടഞ്ഞെന്നാണ് കേരള പോലീസും CBIയും ആവർത്തിക്കുന്നത്. തത്വത്തിൽ കേസ് അന്വേഷണം ഇപ്പോഴും തുടരുന്നതിനാൽ അറസ്റ്റിലായ പ്രതിയുടെ വിചാരണ പോലും തുടങ്ങിയിട്ടില്ല. അപ്പോഴും ചില ചോദ്യങ്ങൾ അവിടെ ഇവിടെയായി തലപൊക്കുന്നുണ്ട്. മിഥില മോഹന്റെ കൊലപാതകം 2006 നടന്നു. ഡിണ്ടിഗൽ പാണ്ഡ്യയുടെ കൊലപാതകം 2010 പകുതിയോടെ. ഇതിനിടയിലെ 4 വർഷം അന്വേഷണ സംഘം എന്തു ചെയ്യുകയായിരുന്നു? കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായേക്കാവുന്ന 5 പേരുടെ ദുരൂഹമരണങ്ങളും സംശയ നിഴലിലാണ്. എല്ലാവരും ഈ കേസ് വിട്ടു. അന്വേഷണം സന്തോഷ് കുമാറിലെത്തിച്ചത് അന്നത്തെ ക്രൈംബ്രാഞ്ച് SP KG സൈമൺ. CBIയുടെ 3 ഉദ്യോഗസ്ഥരുടെ അന്വേഷണ മികവുമുണ്ടതിൽ. നാട്ടുകാരും മാധ്യമങ്ങളുമെല്ലാം തന്നാലാകുന്നത് ചെയ്തു. എന്നാൽ എല്ലാം കഴിഞ്ഞു 2 പേർ മാത്രം നിയമ പോരാട്ടം തുടരുന്നുണ്ട്. മിഥില മോഹന്റെ ഭാര്യയും മകനും.